ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഇതാ നിങ്ങൾക്കായി ഈ പുതിയ കഥ, ദാഹിക്കുന്ന കുപ്പികളുടെ കഥ. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കൂട്ടം പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു. അവിടെയുള്ള ഗ്രാമവാസികൾ എല്ലാം അവരുടെ സാഹസികതയെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു സൂര്യപ്രകാശമുള്ള ദിവസം അവിടുത്തെ ഗ്രാമവാസികൾ എന്തോ വിഷമിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവർക്കു മനസ്സിലായത്, ഇവരുടെ ജലസ്രോതസ്സായിരുന്ന നദി വറ്റിവരളുകയായിരുന്നു എന്ന്. വെള്ളമില്ലാതെ ഉപയോഗശൂന്യമാകുമെന്നതിനാൽ കുപ്പികൾ ആശങ്കയിലായി. ബോബോ എന്നു പേരുള്ള ഒരു പഴയ കുപ്പി എല്ലാവരെയും കൂട്ടി വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നദി വറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ തന്നെ അവർ അത് തിരക്കാൻ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ കുപ്പികൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവർ നദീതീരത്തേക്ക് ഉരുട്ടിപ്പോയി. അപ്പോഴാണ് അവർ അവിടെ വെള്ളം ഒഴുകുന്നത് തടയുന്ന മാലിന്യക്കൂമ്പാരങ്ങൾ കണ്ടത്. ചവറ്റുകുട്ടകൾക്കിടയിൽ തങ്ങളെപ്പോലെ നിരവധി പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടായിരുന്നു. നമ്മുടെ നദിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ നാം എന്തെങ്കിലും ചെയ്യണം എന്ന് ബോബോ നെടുവീർപ്പിട്ടു. കുപ്പികൾ ഒരുമിച്ച് മാലിന്യം വൃത്തിയാക്കാൻ തീരുമാനിച്ച് പ്രവർത്തിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗം ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അവർ ഗ്രാമീണരെ ബോധവൽക്കരിച്ചു. ഗ്രാമവാസികൾ അത് കേട്ട് പുനരുപയോഗിക്കാവുന്ന കുപ്പികളും ബാഗുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്തോറും നദി വീണ്ടും ഒഴുകിത്തുടങ്ങി. ഗ്രാമം പച്ചപ്പിൽ വിരിഞ്ഞു. നല്ല മാറ്റം കണ്ട് കുപ്പികൾ സന്തോഷിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൽ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റമുണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കി. അന്നുമുതൽ കുപ്പികൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. മാലിന്യം കുറച്ചും പുനരുപയോഗം ചെയ്തും വെള്ളം ലാഭിക്കാമെന്നും ഭൂമിയെ ആരോഗ്യത്തോടെ നിലനിർത്താമെന്നും അവർ എല്ലാവരെയും പഠിപ്പിച്ചു. അങ്ങനെ ഗ്രാമം എന്നേക്കുമായി സന്തോഷത്തോടെ ജീവിച്ചു. ശുദ്ധമായ വെള്ളവും മനോഹരമായ അന്തരീക്ഷവും. ബുദ്ധിമാനായ കുപ്പികൾക്കും അവരുടെ പരിശ്രമത്തിനും ഗ്രാമം നന്ദി പറഞ്ഞു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റമുണ്ടാക്കും എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും പുനരുപയോഗം ചെയ്യുന്നതിലൂടെയും വെള്ളം പോലുള്ള പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും നമ്മുടെ ഗ്രഹത്തെ ആരോഗ്യകരമായി നിലനിർത്താനും നമുക്ക് സഹായിക്കാനാകും. അപ്പോൾ എങ്ങനുണ്ട് കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങളോടൊപ്പമുള്ള ഈ സമയം ആസ്വദിച്ചുവെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കു ഞങ്ങളുടെ അടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക. ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക. ഒപ്പം കഥ പറച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസുറ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.